സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ നടക്കുന്ന ആരാധനക്രമങ്ങളും പ്രാർത്ഥനകളും ഇനി മുതൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ 60 ഭാഷകളിലേക്ക് തത്സമയം വിവർത്തനം ചെയ്യുവാനുള്ള സാങ്കേതിക വിദ്യ നടപ്പിലാക്കുവാൻ തീരുമാനിച്ച് വത്തിക്കാൻ. സഭയുടെ സാർവത്രിക സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ഈ പദ്ധതി അടുത്തു തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ തീർത്ഥാടകർക്ക് പ്രത്യേക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ സ്വന്തം മൊബൈൽ ബ്രൗസറിലൂടെ വിവർത്തനം ലഭ്യമാകും. ബസിലിക്കായിലെ പ്രവേശന കവാടങ്ങളിലും മറ്റ് പ്രധാന ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള QR കോഡുകൾ സ്കാൻ ചെയ്യുന്നതിലൂടെ വിശ്വാസികൾക്ക് ഓഡിയോ ആയോ ടെക്സ്റ്റ് ആയോ വിവർത്തനം ലഭ്യമാകും. വായനകൾ, ഗാനങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ഇതിലൂടെ തത്സമയം മനസ്സിലാക്കുവാൻ സാധിക്കും. ദിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ലേറ്റഡ് എന്ന സാങ്കേതിക കമ്പനി എന്നിവയുമായി സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഈ സംരംഭം ബസിലിക്കായുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗാംബറ്റിയാണ് അവതരിപ്പിച്ചത്. നൂറ്റാണ്ടുകളായി എല്ലാ ജനതകളിലെയും ഭാഷകളിലെയും വിശ്വാസികളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആരാധനാക്രമത്തിലെ വാക്കുകൾ മനസ്സിലാക്കുവാൻ വിശ്വാസികളെ സഹായിക്കുന്ന ഒരു ഉപകരണം ലഭ്യമാകുന്നതിലൂടെ കത്തോലിക്ക സഭയുടെ ഹൃദയത്തെ നിർവചിക്കുന്ന ദൗത്യത്തെ സേവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കർദിനാൾ ഗാംബറ്റി പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരാമർശിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസ പാരമ്പര്യത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കി തീർത്ഥാടകർക്ക് കൂടുതൽ മികച്ച അനുഭവം നൽകുവാനാണ് വത്തിക്കാൻ ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.